ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് 10th പ്രിലിംസിന് ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനിയും തയ്യാറെടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്. LDC എക്സാമൊക്കെ കൈവിട്ടു പോയ വിഷമത്തിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. LDC എക്സാമിൻ്റെ അതേ സിലബസിൽ വരുന്ന എക്സാംസാണ് സെക്രട്ടേറിയറ്റ് OAയും ലാബോറട്ടറി അസിസ്റ്റൻറ്റും ഒക്കെ. അപ്പോൾ ആ എക്സാം എഴുതണമെങ്കിൽ ഈ 10th പ്രിലിംസ് എന്ന കടമ്പ കടന്നേ പറ്റൂ. 10th പ്രിലിംസ് ഇപ്പോൾ 4 സ്റ്റേജിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ 28-നും, സെക്കൻഡ് സ്റ്റേജ് ജനുവരി 11-നും, തേർഡ് സ്റ്റേജ് ജനുവരി 25-നും, ഫോർത്ത് സ്റ്റേജ് ഫെബ്രുവരി 8-നുമാണ് ഉണ്ടായിരിക്കുക. PSC തീരുമാനിക്കുന്നത് പോലെ ഓരോരുത്തർക്കും എക്സാം ഡേറ്റിൻ്റെ 15 ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ആർക്കും എക്സാം മിസ്സാവരുത്. അപ്പോൾ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഇതുവരെ തയ്യാറെടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു 31 ഡേയ്സ് സ്റ്റഡി പ്ലാന് നവംബർ 27-ന് തുടങ്ങി ഡിസംബർ 27-ാം തീയതി വരെ നീളുന്ന ഒരു സ്റ്റഡി പ്ലാനാണ്. ഇതിൽ ഞാൻ സിലബസ് എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലൊരു പ്ലാനാണ്. അപ്പോൾ നമ്മൾക്ക് പഠനം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കുക, നമുക്കിത് നേടി എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇപ്പോൾ LDCയുടെ സിലബസൊന്നും പലർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഭൂരിഭാഗം പേർക്കും എക്സാം ടഫായത്. സിലബസ് ഇത് ഈസി ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ഈസി ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം നമ്മൾ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം. അതാണ് ഊണിലും ഉറക്കത്തിലും അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം എന്നാണ്. ആ ഉറക്കം നഷ്ടപ്പെടുത്തിയും നമ്മൾ ഈ 10th പ്രിലിംസ് എന്ന കടമ്പ കടന്നേ പറ്റൂ. അപ്പോൾ 10th പ്രിലിംസ് എന്ന കടമ്പ കടന്നാൽ മാത്രമേ നമുക്ക് ആ എക്സാമുകളെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി ജോലി ചെയ്യുന്നതൊക്കെ ഒന്ന് സ്വപ്നം കണ്ട് നോക്കും, ഒരു രോമാഞ്ചൊക്കെ വരുന്നില്ലേ? അങ്ങനെ നമുക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ, ഗവൺമെൻറ് ജോലി കിട്ടിയേ പറ്റൂ, എന്നാൽ മാത്രമേ നമുക്ക് വീട്ടിലും നാട്ടിലും ജയിക്കാനും നല്ലൊരു പേര് നേടാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് സ്ട്രഗിൾ എടുത്തിട്ടായാലും നമുക്ക് പഠിച്ചേ പറ്റൂ, പഠിച്ച് മാത്രമേ ജോലി നേടാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കുക എന്നത് നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അതിന് വേറെ ആരെയും ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് റിസ്ക് എടുത്തായിട്ടായാലും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നമ്മൾ ഇത് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്കിത് നേടാൻ പറ്റൂ. ഞാനിവിടെ 31 ഡേയ്സ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് 10th പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് 10th പ്രിലിംസിൻ്റെ സിലബസ്. പ്രിലിമിനറി സിലബസ് ഫോർ 10th ലെവൽ എക്സാമിനേഷൻ. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള. ഫസ്റ്റ് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല എന്നീ കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ, ഇന്ത്യൻ ജോഗ്രഫി. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. പിന്നെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ഇത് ഭരണഘടന ഭാഗത്ത് വരുന്നതാണ്. പിന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരള ജോഗ്രഫി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും, അയ്യൻകാളി ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും. അപ്പോൾ ഇവിടെ സിലബസിൽ പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേരുകൾക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് ജനറൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിൽ നാച്ചുറൽ സയൻസിൽ ഇത് 3, 6, 7 ടോപ്പിക്ക് വരുന്നുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. പിന്നെ വരുന്നത് ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത് കെമിസ്ട്രിയും ഫിസിക്സിൻ്റെയും ഭാഗത്തുനിന്ന് വരുന്നതാണ്. പിന്നെ സിമ്പിൾ അരിത്മെറ്റിക്, ഇത് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാത്സ്, അതിൽ ലഘുഗണിതത്തിൻ്റെ ഭാഗത്ത് 8 ഭാഗങ്ങളും, അതുപോലെ തന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധനയും ആ ഭാഗത്തും 8 പാഠങ്ങളും, 8 ടോപ്പിക്കും വരുന്നുണ്ട്.
രണ്ട് ഭാഗത്തും 8 ടോപ്പിക്, മൊത്തം 16 ടോപ്പിക് വരുന്നുണ്ട്. എനിക്ക് സിമ്പിൾ അരിത്മെറ്റിക്കാണ്. ഇത് 20 മാർക്കിനും, കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനും, മറ്റ് GK എല്ലാം കൂടി 60 മാർക്കിനുമായി മൊത്തത്തിൽ 100 മാർക്കിനാണ് ഈ സിലബസിൻ്റെ വരുന്നത്. ഈ സിലബസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജനറൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. സോ ഇതാണ് സിലബസ്. ഇനി അടുത്ത് നമുക്ക് ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിൾ നോക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 31 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഡേ 1 നമ്മൾ കേരള ഭൂമിശാസ്ത്രം SCERT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. ഒരു ദിവസം 3 ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത്. കേരള ഭൂമിശാസ്ത്രത്തിൽ വരുന്ന SCERT ചാപ്റ്റേഴ്സ് മുഴുവൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ വേറൊരു ടോപ്പിക്ക് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ്, നൊബൽ പ്രൈസ്, പിന്നെ മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അത് നമ്മൾ പഠിക്കണം. ഞാൻ കറണ്ട് അഫയേഴ്സും GKയും വീഡിയോ ഇടുമെങ്കിലും മാത്സ് നമ്മൾ സ്വയം പഠിക്കണം. മാത്സ് നമ്മൾ ധാരാളം യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്തോ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ എല്ലാ ദിവസവും പഠിച്ചതിൻ്റെ വന്നത് വൈകുന്നേരം ഇടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡേ 1, ഡേ 2 മുതൽ 31 ഡേയ്സാണ് ഞാൻ ഇവിടെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ഈ ടൈം ടേബിളിൻ്റെ PDF ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലിടാം. പിന്നെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട്സും ടെലിഗ്രാം ചാനലിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ ടെലിഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവർ ചെയ്യുക. സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നവംബർ 26, നാളെ മുതലാണ് ഞാൻ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാവുന്നതാണ്. പഠിച്ചു തുടങ്ങിയെടുക്കുക. ഒരു റിവിഷനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഇനിയും സെക്രട്ടറിയോ TOEIC നല്ല പോസ്റ്റാണ്. അപ്പോൾ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും. സോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.